ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞ നിമിഷം മുതൽ തൻ്റെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും സ്വപ്നങ്ങളും ദൈവത്തെ മാത്രം മുൻനിർത്തി വേണ്ടെന്ന് വെച്ച ഒരാൾ. ഛത്തീസ്ഗഡ് എന്ന ഗ്രാമത്തെപ്പറ്റി കേട്ടുകേൾവി പോലായിരുന്ന കാലത്ത് തൻ്റെ എല്ലാ നന്മകളും തൻ്റെ എല്ലാം വേണ്ടെന്ന് വെച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഛത്തീസ്ഗഡിലേക്ക് വേണ്ടി വണ്ടി കയറിയ ഒരു ദേവദാസൻ. ഇന്ന് ആ ദൈവവിളി അനുസരിച്ച് തൻ്റെ ജീവിതം സമർപ്പിച്ച ദേവദാസനായ പാസ്റ്റർ ഏലിയാസിന്റെ ജീവിതത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ്. തന്നെക്കാൾ തീഷ്ണതയോടുകൂടെ ദൈവത്തെ അനുസരിക്കുന്ന ഭാര്യ സൂസൻ, പക്ഷേ മക്കളായ മിലി, കാലേബ, ശിവ ലോകത്തിൻ്റെ മായകളിൽ തന്നെ ഇപ്പോഴും ജീവിക്കുന്നു. ആസ്വദിക്കൂ, അനുഗ്രഹിച്ചാലും ഞങ്ങളെ. എന്താ മക്കളെ, നിങ്ങൾ എപ്പോഴും ഈ മൊബൈലിൽ തന്നെയാണല്ലോ. ചുമ്മാ ഇരിക്കുവാണെങ്കിൽ പോയിരുന്ന് ബൈബിള് വായിച്ച് പ്രാർത്ഥിക്കാൻ. അമ്മ, എൻ്റെ ഫ്രണ്ടിന് ഒരു നല്ല യൂട്യൂബ് ചാനലുണ്ട്. അവൻ ഡെയിലി സ്റ്റണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു ചാനൽ തുടങ്ങായിരുന്നു. പിന്നെ ഇൻസ്റ്റയിലെ റീൽസ് കണ്ട് തീർക്കാൻ പറ്റുന്നില്ല, പിന്നാണോ പ്രാർത്ഥിക്കുന്നത്? അമ്മ, എൻ്റെ ഫ്രണ്ടിന്റെ ഇൻസ്റ്റാ ചാനൽ അവൾ ഡെയിലി നല്ല ഡാൻസ് വീഡിയോസ് ഇടുന്നുണ്ട്. മക്കളെ, ദൈവവചനം പറയുന്നത് പോലെ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം, ലോകപ്രകാരമല്ല. ലോകപ്രകാരം ജീവിച്ച നിങ്ങൾ നശിച്ചു പോകും. എന്നതാ സൂസനെ, എന്താ ഇവിടെ ഒരു ബഹളം? ആരും നശിച്ചു പോകുന്നതിന്റെ കാര്യമേ നീ പറയുന്നേ? ഓ അച്ചായ, ഇവർക്കൊരു ദൈവഭയവും ഇല്ല. അത് പിന്നെ സൂസനെ, നമ്മള് ദൈവവചനം പറയുന്ന കൊണ്ട് നമ്മൾ അരുതാത്തതൊന്നും പറയാൻ പാടില്ല. നമ്മളുടെ മക്കളും നമ്മൾ മുഖാന്തരം എല്ലാവരും ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടും. വാ, നമുക്ക് എല്ലാവർക്കും പോയി പ്രാർത്ഥിക്കാം. അപ്പാ, ഫീസ് കൊടുക്കാത്തോണ്ട് എന്നെ ഡെയിലി ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുന്നു. ഞാൻ ഇനി സ്കൂളിൽ പോകുന്നില്ല. മോളെ, അപ്പൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം ഒരു വഴി ഒഴുക്കും. മക്കളും പ്രാർത്ഥിച്ചോ. അപ്പ, എവിടെന്നെങ്കിലും കടം വാങ്ങിച്ച് ചേച്ചിക്ക് കൊടുക്ക്. മക്കളെ, അപ്പൻ ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കുകയില്ല. ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിന്റെ ഓഹരി. മക്കള് പ്രാർത്ഥിര്, ദൈവം തരും. അപ്പൻ ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേ? അച്ചായോ, എന്താടി? വീട്ടിൽ അരിയൊന്നുമില്ല, മക്കൾക്ക് നാളെ എന്തു കൊടുക്കും? സൂസനെ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു വാക്യം കിട്ടി. അതിതായിരുന്നു: എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോടെ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നമുക്കിത് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് തരും, ഭാരപ്പെടണ്ട. ഉണ്ടോ? ഉണ്ടല്ലോ. ആരാ അത്? ഞാനാ, ഐസക് അരികിനത്ത്. ആഹാ, ഐസക് ബ്രദർ ആയിരുന്നു. എന്താ ബ്രദർ ഈ വെളുപ്പാങ്കാലത്ത്? പക്ഷേ ഇന്നലെ രാത്രി ഞാനൊരു ശബ്ദം കേട്ടു. എനിക്ക് ഉറങ്ങാൻ പോകും. ബാ ബ്രദറെ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പക്ഷേ ഇന്നലെ രാത്രി എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ ഇന്നലെ രാത്രി ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം എടുത്ത് പറഞ്ഞത്, രാവിലെ വന്ന് ഭാഷൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഈ വയ്യാത്ത കൈക്ക് പ്രാർത്ഥിച്ചാലേ സൗഖ്യം കിട്ടത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഭാഷ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെന്താ ദാസ, നമുക്ക് പ്രാർത്ഥിക്കാം. മോളെ, മക്കളെ, സൂസനെ, ഇനി വന്നേ, നമുക്ക് ഈ ബ്രദറിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധമേ, സ്വർഗസ്ഥനായ പിതാവേ, ഈ ബ്രദറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, അതിവേഗം ഓടുന്ന വചനം വായിച്ച് ഈ ബ്രദറിന്റെ കരം ദൈവമേ സൗഖ്യമാക്കണേ കർത്താവേ. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പക്ഷേ അത്ഭുതം, എനിക്ക് സൗഖ്യം കിട്ടി. ആമേൻ കർത്താവേ, സ്തോത്രം. പക്ഷെ സൗഖ്യം കിട്ടി. ഞാൻ എത്ര ഡോക്ടർമാരെ കാണിച്ചെന്നറിയോ ഇതിനു വേണ്ടി ഒരു പരിഹാരം ഉണ്ടാക്കാൻ? ഭാഷ ഒരു വാക്ക് പ്രാർത്ഥിച്ചേ ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭാഷ, ദൈവത്തിനൊന്നും അസാധ്യമല്ല ബ്രദറെ. പക്ഷേ ഇത് തൽക്കാലം ഇരിക്കട്ടെ. സ്തോത്രം. അമ്മമ്മേ, വേണ്ടെന്ന് പറയല്ലേ. ഈ മാസത്തെ വീട്ടാവശ്യങ്ങളെല്ലാം എൻ്റെ കടയിൽ നിന്ന് ഞാൻ കൊണ്ടെത്തിക്കാം. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും എടുത്തോ. പോട്ടെ പോട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കളെ പോട്ടെ. അമ്മ പോട്ടെ. ഉറപ്പായിട്ടും പറയണം. അപ്പാ, എന്താ മക്കളെ? അവൻ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ഒരു വലിയ വെളിച്ചം കണ്ടു. ദൈവത്തിന് സ്തോത്രം. മക്കളെ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ കാണും. അപ്പാ, ഈ ദൈവത്തെ ഞങ്ങൾക്കും വേണം.
അപ്പ അന്ത്യം വരെ നമ്മൾ ഈ ദൈവത്തെ സേവിക്കും. സ്തോത്രം. കർത്താവേ, എൻ്റെ മക്കളെടുത്ത തീരുമാനങ്ങൾക്ക് നന്ദി. ഇന്ന് മുതൽ ഞങ്ങൾ ചെയ്യുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയായിരിക്കും അപ്പാ. സ്തോത്രം. കർത്താവേ, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ വോവേ സേവിക്കും. ഒരു മനുഷ്യൻ, ഒരു ദൗത്യം, ഒരു പ്രത്യാശ. ദൈവത്തിൻ്റെ ഹൃദയമിടിപ്പ് കേട്ട് തൻ്റെ ജീവിതത്തിനായി നിയമിച്ച ഉദ്ദേശം അനുസരിക്കാൻ ഒരാളെടുത്ത തീരുമാനമാണ് ആദ്യം തൻ്റെ കുടുംബത്തിൻ്റെ വീണ്ടെടുപ്പും പിന്നെ മറ്റുള്ളവർക്ക് അനുഗ്രഹവുമായത്. മഹാനിയോഗം എല്ലാ വിശ്വാസികൾക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയുടെ സന്ദേശം പ്രസംഗിക്കാൻ വിളിക്കുന്നു. ദൈവമക്കളായ നമ്മുടെ ദൗത്യം ക്രിസ്തുവിനെ പ്രതിഫലിപ്പിച്ച് കഴിയുന്ന അത്രയും പേരുടെ അടുത്ത് ക്രിസ്തുവിൻ്റെ വചനം എത്തിക്കുക എന്നുള്ളതാണ്.